വടകരയിൽ MDMA കേസുമായി ബന്ധപ്പെട്ട പണമിടപാടിൽ പിടിയിലായ താൽക്കാലിക അധ്യാപികമാരെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അറസ്റ്റിലായ അധ്യാപികമാരായ കാവ്യ, കീർത്തന, നീഷ്മ എന്നിവർ റിസോർട്ടുകളിലും പല വീടുകളിലും സംഘം ചേർന്ന് ലഹരി പാർട്ടികൾ സംഘടിപ്പിച്ചിരുന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നവരാണെന്നും പിന്നീട് ലഹരി വിൽപ്പനയിലേക്ക് വീണു എന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടെ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് 10 ലക്ഷത്തിലേറെ രൂപയാണ് വിവിധ ഘട്ടങ്ങളിലായി ഒഴുകിയെത്തിയത്. ആവശ്യക്കാരിൽ നിന്ന് അക്കൗണ്ട് വഴി ശേഖരിക്കുന്ന പണം 10,000 അല്ലെങ്കിൽ 20,000 രൂപയാകുമ്പോൾ നീഷ്മ നേരിട്ട് MDMA വിൽപ്പനക്കാർക്ക് അയച്ചു നൽകുന്നതായിരുന്നു പ്രധാന രീതി. അക്കൗണ്ടിലേക്ക് എത്തുന്ന തുക ATM വഴി പിൻവലിക്കുകയോ മറ്റ് പല അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയോ ചെയ്യുന്ന തികച്ചും ശാസ്ത്രീയമായ സാമ്പത്തിക ശൈലിയാണ് ഇവർ പിന്തുടർന്നു വന്നത്. കേസിലെ പ്രധാന കണ്ണി വയനാട് സ്വദേശിയാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്ന സൂചന. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇരിട്ടി സ്വദേശിയും ഓൺലൈൻ ഡെലിവറി ബോയുമായ ജിജിൻ കുര്യാക്കോസിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ജിജിന്റെ അക്കൗണ്ട് വഴി മാത്രം 1 കോടിയോളം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ജിജിലാണ് പ്രധാന പ്രതിക്കും അധ്യാപികമാർക്കും ഇടയിലുള്ള കണ്ണിയായി പ്രവർത്തിച്ചത്. ഇയാളുടെ അക്കൗണ്ടിലേക്ക് അധ്യാപികമാർ ഉൾപ്പെടെയുള്ളവർ പണം അയച്ചു കൊടുക്കുന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ അറസ്റ്റിലായ അധ്യാപികമാരുടെ സുഹൃത്തായ മറ്റൊരു യുവതിയും പോലീസ് നിരീക്ഷണത്തിലാണിപ്പോൾ. നിലവിൽ ബാംഗ്ലൂരിലുള്ള ഇവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. പേരാമ്പ്ര BRCയിലെ കരാർ ജീവനക്കാരായ കാവ്യയും നീഷ്മയും ഒരേ തസ്തികയിലാണ് ജോലി ചെയ്തിരുന്നത്. കീർത്തനെ ഉൾപ്പെടെ മൂവരും വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളുമാണ്. മൂവരും ഒന്നിച്ചാണ് MDMA ഉപയോഗിച്ചിരുന്നതെന്നും ലഹരി മാഫിയയ്ക്കായി വൻതോതിൽ പണമിടപാടുകൾ നടത്തിയിരുന്നു എന്നും പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. നേരത്തെ MDMAയുമായി വടകരയിൽ പിടിയിലായ സഫാനുമായും ജിജിലിനും അധ്യാപികമാർക്കും ബന്ധമുണ്ടായിരുന്നതിന്റെ കൃത്യമായ തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അധ്യാപികമാർ ഈ ലഹരി ശൃംഖലയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തങ്ങൾക്ക് മുകളിലുള്ള ലഹരി ശൃംഖലയെക്കുറിച്ചോ മൊത്ത വിതരണക്കാരെ കുറിച്ചോ വിവരങ്ങൾ നൽകാൻ പ്രതികൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. തങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്നല്ലാതെ പ്രധാന കണ്ണികളെ കുറിച്ച് ഇവർ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. പ്രതികളെ ഒന്നിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ലഹരി മാഫിയയുടെ പ്രധാന ഉറവിടത്തിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പോലീസ്. അറസ്റ്റിലായ കാവ്യയുടെ മുൻകാല വിദേശ യാത്രകളെക്കുറിച്ചും അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. BRC ജീവനക്കാരിയായിരിക്കെ ഔദ്യോഗിക അനുമതി ഇല്ലാതെയാണ് കാവ്യ വിദേശ യാത്ര നടത്തിയതെന്നും ഇവർക്ക് അനധികൃതമായാണ് ലീവ് അനുവദിച്ചു നൽകിയതെന്നും ആരോപണവും ഉയരുന്നുണ്ട്.